മന്ത്രി നേരെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരും യൂണിയൻ്റെ ആളുകളും, യൂണിയനായിരിക്കണം ഒരു പക്ഷേ, പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഒരാൾ, വെക്കം വിഷയം അങ്ങ് മാറ്റി. അപ്പോഴെനിക്ക് മനസ്സിലായി മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി കാര്യത്തിൽ വളരെ ദയനീയ അവസ്ഥയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ആരോഗ്യമന്ത്രി ഞങ്ങളുടെ സമരം ന്യായമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഉദ്യോഗസ്ഥരും യൂണിയനുമാണ് ഇതിന് സമ്മതിക്കാത്തതിൻ്റെ തെളിവാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ പറഞ്ഞതാണ്. അപ്പോഴേ തന്നെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു എൻ്റെ ആരോഗ്യമന്ത്രിയുടെ, കാരണം ആ ദയനീയമായ മുഖം ഞാൻ കണ്ടു. പെട്ടെന്നാണ് മന്ത്രി അവിടെ നിന്ന് എഴുന്നേറ്റ്, പെട്ടെന്നാണ് മന്ത്രി തിരിഞ്ഞിങ്ങ് നോക്കിയിട്ട് എന്നെ ഇങ്ങനെ ഒരു നോട്ടം. കാരണം ആ ചോദ്യം ശരിയാണെന്ന് മന്ത്രിക്ക് മനസ്സിലായി. പക്ഷേ അവിടുത്തെ യൂണിയൻ്റെ ആൾക്കാരാണ് മിക്കവാറും ഉദ്യോഗസ്ഥർ, CIT യൂണിയൻ. അല്ലെങ്കിൽ അവർ പോലും, നമ്മൾ സാധാരണ ഒരു സമരം വയ്ക്കുമ്പോൾ, ഒരു ഡിമാൻഡ് വയ്ക്കുമ്പം അവിടെ നമ്മളൊരു ഇതുണ്ടാകും നമുക്ക്. അപ്പോഴാണ് നമ്മൾ പറയുന്നതല്ല അതിതാണ് എന്ന് നമ്മൾ പറയുന്നത്. ആ വക കാര്യം ചർച്ച ചെയ്യാൻ മന്ത്രിനെ സമ്മതിക്കാത്തത് ഇവിടുത്തെ യൂണിയൻ നേതാക്കളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെന്തുവാണെന്ന്. ആശാ വർക്കർമാർ ഉയർത്തിയ ഡിമാൻഡുകളെ മനസ്സിലാക്കി അതുമായിട്ടുള്ളൊരു ചർച്ചയല്ലായിരുന്നു ഞങ്ങളെ ഈ 2 ദിവസവും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു. സമരം തുടങ്ങിയ 5-ാം നാളിൽ ആരോഗ്യമന്ത്രി ഒരു ചർച്ച വിളിച്ചു. ആ ചർച്ചയിൽ മന്ത്രി കടബാധ്യതകൾ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്, പരിദേവനം പറയാൻ. എനിക്ക് പണമില്ല ഖജനാവിൽ, ഇതറിയാനും. അത് കഴിഞ്ഞതിന് ശേഷം നിരാഹാര സമരത്തിൻ്റെ തൊട്ട് മുൻപ് 38-ാമത്തെ ദിവസം ഉപരോധം കഴിഞ്ഞതിൻ്റെ ശേഷം മാർച്ച് 20-ാം തീയതി ഞങ്ങൾ നിരാഹാരം ഇരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ചർച്ചയ്ക്ക് വിളിച്ചു. അവിടെയും ഈ ആരോഗ്യമന്ത്രി ഈ ആശമാരുടെ യാതൊരു കാര്യവും അവിടെ സംസാരിച്ചു. ആശമാരെ വെയിലിലും മഴയിലും നിർത്തുന്നത് വളരെ കഷ്ടമാണെന്നും ഞങ്ങൾ ആശമാർക്കൊപ്പമാണെന്നും പറയാനാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത്. അല്ലാതെ ഞങ്ങളുടെ ഡിമാൻഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ്. അവസാനം ഞാനാണ് ചർച്ചയ്ക്ക് പോകാൻ അവസാന നിമിഷത്തിൽ ഈ 41-ാമത്തെ ദിവസം ഇന്നാണ്, അന്ന് 38-ാമത്തെ ദിവസം. ഈ 38-ാമത്തെ ദിവസം നാളെ എൻ്റെ കുട്ടികൾ ഉപരോധത്തിലേക്ക് കടക്കുകയാണ്, നിരാഹാരത്തിലേക്ക് കടക്കുകയാണെന്നുള്ള ആ ഒരു അമ്മയുടെ മനസ്സ് വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ലാസ്റ്റ് ഒന്നും പറയാതിരുന്ന മന്ത്രിയുടെ അടുത്ത് ചോദിച്ചു, മന്ത്രിക്ക് ഞങ്ങൾക്ക് എത്ര തരാൻ സാധിക്കും? ഓർക്കണം, അവിടെയാണ് എനിക്ക് ആരോഗ്യമന്ത്രിയോട് ബഹുമാനം തോന്നുന്നത്. ആരോഗ്യമന്ത്രി സഡനായിട്ട് അവിടെ നിന്നിട്ട് നേരെ തിരിഞ്ഞ് എൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം. ആ നോട്ടം കണ്ടപ്പം വളരെ ദയനീയമായൊരു നോട്ടമായിരുന്നു മന്ത്രി. അവിടെ മന്ത്രി ഇങ്ങനെ ചോദിക്കാനും ഞാനും മന്ത്രി നേരെ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരും യൂണിയൻ്റെ ആളുകളും, യൂണിയനായിരിക്കണം ഒരു പക്ഷേ, പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഒരാൾ, വെക്കം വിഷയം അങ്ങ് മാറ്റി. അപ്പോഴെനിക്ക് മനസ്സിലായി ആരോഗ്യമന്ത്രി കാര്യത്തിൽ വളരെ ദയനീയ അവസ്ഥയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ആരോഗ്യമന്ത്രി ഞങ്ങളുടെ സമരം ന്യായമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഉദ്യോഗസ്ഥരും യൂണിയനുമാണ് ഇതിന് സമ്മതിക്കാത്തതിൻ്റെ തെളിവാണ് ഇപ്പോൾ കണ്ടത്. ഞാൻ പറഞ്ഞതാണ്. അപ്പോഴേ തന്നെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു എൻ്റെ ആരോഗ്യമന്ത്രിയുടെ, കാരണം ആ ദയനീയമായ മുഖം ഞാൻ കണ്ടു. പെട്ടെന്നാണ് മന്ത്രി അവിടെ നിന്ന് എഴുന്നേറ്റ്, പെട്ടെന്നാണ് മന്ത്രി തിരിഞ്ഞിങ്ങ് നോക്കിയിട്ട് എന്നെ ഇങ്ങനെ ഒരു നോട്ടം. കാരണം ആ ചോദ്യം ശരിയാണെന്ന് മന്ത്രിക്ക് മനസ്സിലായി. പക്ഷേ അവിടുത്തെ യൂണിയൻ്റെ ആൾക്കാരാണ് മിക്കവാറും ഉദ്യോഗസ്ഥർ, CIT യൂണിയൻ. അല്ലെങ്കിൽ അവർ പോലും, നമ്മൾ സാധാരണ ഒരു സമരം വയ്ക്കുമ്പോൾ, ഒരു ഡിമാൻഡ് വയ്ക്കുമ്പം അവിടെ നമ്മളൊരു ഇതുണ്ടാകും നമുക്ക്. അപ്പോഴാണ് നമ്മൾ പറയുന്നതല്ല അതിതാണ് എന്ന് നമ്മൾ പറയുന്നത്.
ആ വക കാര്യം ചർച്ച ചെയ്യാൻ മന്ത്രിനെ സമ്മതിക്കാത്തത് ഇവിടുത്തെ യൂണിയൻ നേതാക്കളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരെന്തുവാണെന്ന് ഞാൻ പച്ചയ്ക്ക് പരസ്യമായിട്ട് അപ്പോഴതിലൊരാൾ പറഞ്ഞു, ഉദ്യോഗസ്ഥർക്കൊന്ന് താങ്ങി തന്നല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല എന്ന് പറഞ്ഞു. ഇതാ മന്ത്രിയുടെ അവസ്ഥ. ശരിക്കും ഇവിടുത്തെ ആരോഗ്യമന്ത്രിയൊക്കെ അറിയാം അവർ ചെയ്യുന്ന സമരം ന്യായമാണ്, അവർക്കത് കൊടുത്തേ പറ്റൂ എന്ന് കൃത്യമായിട്ടറിയാം. അതേപോലെ തന്നെ ഈ പൊതുസമൂഹത്തിന് മുഴുവനും, ഈ ലോകത്തിലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള, ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള മുഴുവൻ മാധ്യമങ്ങളും ഞങ്ങളുടെ സമരം അറിഞ്ഞ് വാർത്തയാക്കി കൊണ്ടുവരുവാണ്. അപ്പം ലോകം മുഴുവനും കാണുന്നു. ഈ അവർ മുഴുവനും ഒന്നടങ്ങും. ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവിടുത്തെ ലോറി തൊഴിലാളികൾ, ഇവിടുത്തെ ടാക്സി തൊഴിലാളികൾ എന്ന് വേണ്ട സാറുവരും ഞങ്ങൾക്ക് ആവശ്യമായ വെള്ളം മറ്റെല്ലാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇത് വ്യാപാരി വ്യവസായികളാണ് മഴ പെയ്തതിൻ്റെ അന്ന് ഞങ്ങൾക്ക് റെയിൻകോട്ട് കൊണ്ടു തന്നത്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതേക്കുറിച്ച് ഞങ്ങളുടെ സമാധാനപരമായ സമരവും ന്യായവും വളരെയേറെ സത്യസന്ധവുമായ ഒരു സമരമാണെന്ന് പൊതുസമൂഹം മുഴുവനും കണ്ടു കഴിഞ്ഞു. മനസ്സിലാക്കാത്തത് ഞങ്ങളുടെ മന്ത്രിമാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ മന്ത്രി തന്നെയാണ് കേരളം ഭരിക്കുന്ന മന്ത്രി. പക്ഷേ ഞങ്ങളുടെ യൂണിയൻ്റെ നേതാക്കൾക്ക് ഇത്രയേറെ ആശമാരെ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു നിരാശയുടെ പുറത്താണ് ഞങ്ങളെ ഈ 1%, 2% എന്നൊക്കെ അവർക്ക് ആത്മനിർവൃത്തി അടയാൻ വേണ്ടി അവരാ പറയുന്നത്. യാഥാർത്ഥ്യങ്ങൾ അതൊന്നും അല്ലെന്ന് യൂണിയൻകാർക്കറിയാം. അവരുടെ കാലടി കീഴിലെ മണ്ണ് ഊർന്നു പോവുകയാണെന്ന് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി.